ഈ കാലത്തിൻ്റെയാണ് പ്രശ്നം. കൊറോണ എന്തിനാ വന്നത്? ഞാൻ കണ്ടുപിടിച്ചല്ലോ. അത് അങ്ങനെയൊക്കെ വരുന്ന കാലത്ത് ഇതൊക്കെ തന്നെ സംഭവിക്കും. എന്തിനാ പ്രളയം വന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ. എന്തിനാ എന്നെ ഈ വേഷത്തിൽ കെട്ടിയത്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ഞാൻ എനിക്ക് നേരത്തെ അറിയാം. കാരണം എൻ്റെ ഗോഡ് ഫാദർ ഒരാളുണ്ട്, തരികിട സാബു എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ ചെയ്യണം, നീ കൊണ്ട് തല വെച്ചോളാൻ പറയും. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് എല്ലാ ലൊക്കേഷനും എപ്പോഴത്തേക്ക് വിളിച്ച് ഞാൻ കൊടുക്കും. സ്കോറുള്ള പരിപാടിയാണ്. മായവനത്തെ കുറിച്ച് വല്ലതും പറയണം. അതിനാണല്ലേ നമ്മൾ വന്നത്. ഇത് നല്ലൊരു സിനിമയായിരുന്നു, എല്ലാവരും പോയി കാണണം. നേരത്തെ അടിച്ച കൗണ്ടർ അടിക്കും, വേണ്ട പുഴുക്കും. ഞാൻ പരാജയപ്പെട്ടു പോയാൽ ഇവരും എല്ലാവരും പരാജയപ്പെടും. എൻ്റെ ഒരു നോട്ടം അവർ തിരിച്ചു തന്നില്ലെങ്കിൽ, റിയാക്ഷൻ തന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നോട്ടത്തിന് അർത്ഥമില്ല. അല്ല, അത് അവരിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഇന്നലെയും മെനഞ്ഞാന്ന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ നാടകം കാണാൻ പോയി, കുട്ടികളുടെ നാടകം കാണാൻ. ഞാൻ പോയത് എന്തിനാണെന്നറിയോ? എങ്ങനെയാണ് പുതിയ പിള്ളേർ പുതിയ നാടകത്തെ കാണുന്നത്, പുതിയ ഭാഷ ഉണ്ടാക്കുന്നത്, പുതിയ ശൈലികൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനും വീട്ടിനകത്ത് നാടകം കളിക്കുന്ന ആളാണ്. എൻ്റെ ഭാര്യയുടെ മുമ്പിലും എൻ്റെ അയൽക്കാരുടെ മുമ്പിലും സ്ഥിരം എൻ്റെ വീട്ടിലൊരു സ്റ്റേജുണ്ട്, അവിടെ നാടകം ചെയ്യുന്ന ആളാണ് ഞാൻ. യുവമാരെ പോലെ ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമസ്കാരം. എല്ലാവരും ഭയങ്കര ഡൗൺ ആണല്ലോ, രാവിലെ അല്ലേ ഉള്ളൂ, ഇത്രയും എന്താ ക്ഷീണമാണോ എല്ലാവർക്കും? ഉറക്കമൊഴിഞ്ഞതിൻ്റെ ക്ഷീണം ഉണ്ടാവും. കാരണം അൽസറിൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞ് എന്താ പറ്റും? ഭയങ്കര ഒരു ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരാളായിരുന്നു, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? അല്ല, കുറച്ച് ക്ഷീണിക്കാൻ എൻ്റെ ഭാര്യ പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ കാണുന്നത് ലൈഫ് ഓഫ് ജോയുടെ പൂജയ്ക്കായിരുന്നു. അവിടെ വെച്ച് കണ്ടപ്പോഴും പറഞ്ഞു ഈ പറഞ്ഞ ഒരുപാട് അങ്ങനെ വരാറില്ല, അത് ഒഴിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നു. എന്ത് പറ്റിയത്? എന്നെ ഒഴിച്ചു നടത്താൻ ഞാൻ തന്നെ തീരുമാനിച്ചതാണ്. അത് എന്ത് പറ്റിയ? ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് തീരുമാനിക്കുകയാണോ? കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. പിള്ളേരോടൊക്കെ ചോദിക്കും. അത് നമുക്ക് അങ്ങോട്ട് കയറുവാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ തുടങ്ങാം അല്ലേ? ടാർസം ഭായി വിളിക്കുന്ന കുഴപ്പമില്ലല്ലോ അല്ലേ? കാരണം വെച്ചാൽ അങ്ങനെ അതൊരു എന്താ പറയുക, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ കാണുമ്പോൾ അത്ര എന്താ പറയുക, ഈ ആളെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ അല്ലേ. കാരണം ഞങ്ങൾക്കൊരു എൻ്റെ അതായത് വർക്ക് ചെയ്യുന്ന സമയത്തായാലും ഒന്ന് ചിരിക്കാനായിട്ടാണ് നമുക്ക് നിങ്ങളൊക്കെ വീഡിയോ കാണുമ്പോഴാണ് നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് ഒരു മായാവനം എങ്ങനെയാണ് എല്ലാ ഫിലിമിലേക്ക് എൻട്രി എങ്ങനെയായിരുന്നു? സിനിമയെല്ലാം നമ്മൾ ചെയ്ത വർക്ക് കണ്ടിട്ട് വിളിച്ചതാണ്. എല്ലാം ചെറിയ മിനി സ്ക്രീനിൽ ചെയ്ത വർക്കുകളെല്ലാം കണ്ടിട്ട് വിളിച്ചതാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മളിപ്പം ഓഡീഷനൊന്നും അറ്റൻഡ് ചെയ്യാതെ നമ്മൾ ചെയ്തൊരു വർക്ക് കണ്ടിട്ട് അതിൻ്റെ പേരിൽ നമ്മളെ വിളിക്കുമ്പോൾ അതൊരു ഇരട്ടി മധുരമാണ്. അപ്പം ആ ഒരു സന്തോഷമാണ്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്വപ്നമല്ല, കാരണം കുറേ പേരുടെ ഡ്രീമാണത്. എന്താ പറയുക, നമ്മുടെ പേരെന്നല്ല നമ്മുടെ ഫേസ് ഒന്ന് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് അത് ഒരു വലിയ സ്ക്രീൻ കാണുക, അതൊരു വലിയ ഡ്രീമാണ്. ആ ഒരു ഡ്രീമിലേക്ക് പറഞ്ഞ ഓഡിഷൻ തരുന്ന ഒരു ലക്കെന്ന് പറയാമല്ല, നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയായിരുന്നു ആ സിനിമേനായിരുന്നു ഡ്രീം? സിനിമ തന്നെയാണ്. ഇപ്പോൾ ഒരു 100 പേര് എടുത്താൽ 98 പേർക്കും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പിന്നെ പലരും പലരുടെ ജീവിതത്തിൻ്റെ സാഹചര്യം കാരണം അതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നില്ല. സക്സസ് ആയ ആൾക്കാരുടെ ജീവിതം മാത്രമേ പലരും കാണുന്നുള്ളൂ. സക്സസ് ആവാതെ ഇപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കത് വെച്ച് നോക്കുമ്പോൾ ലക്ക് എന്ന് പറയുന്ന ഒരു ഒറ്റ ഫാക്ടറിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്ന ആദ്യമൊന്നും കാണാൻ പോലും ആരും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ നിർത്തിയിട്ട് ഞാൻ എൻ്റെ പണിക്ക് പോയിരുന്ന ഞാനിപ്പോൾ വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ട് വേറെ ഒരു പണിയെ ഇതാക്കി പറഞ്ഞതല്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന പണി ഇതാണ്. ഞാൻ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടി വന്നത്. ഞാൻ അവിടെ ഒന്നും പതറാതെ ചെയ്ത് എന്നെങ്കിലും എൻ്റെ ഒരു വീഡിയോ വൈറലാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഒരു ദിവസം സെറ്റായി. പിന്നെ ചെയ്യുന്നതെല്ലാം അത്യാവശ്യം ആൾക്കാർ കാണാൻ തുടങ്ങി. അത് ഈ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരും കണ്ടു തുടങ്ങി. അപ്പോൾ നമുക്ക് ചെറിയ കുഞ്ഞു റോളുകൾ കിട്ടി. ഇപ്പോൾ അവസാനമായിട്ട് ചെയ്ത പടത്തിലൊക്കെ മെയിനായിട്ടുള്ള റോളാണ്. ഈ പടത്തിന് ഒരു നല്ല ഒരു ടേണിംഗ് പോയിന്റിലുള്ള ഒരു ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ സന്തോഷം. ഇപ്പം നിലവിൽ എത്ര സിനിമകൾ ചെയ്തു? ഇത് എൻ്റെ പുറത്തിറങ്ങാൻ പോകുന്ന 3ാമത്തെ പടമാണ്. ഒരു 8ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യയുടെ അടുത്താണ്. ഇപ്പോൾ ആദ്യൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റും കൂടിയാണ്. ഇപ്പോൾ ഈ സിനിമയിലും ഒരു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ആ റോൾ ശരിക്കും ആദ്യമാണോ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്തത്? അതല്ല, സ്ക്രിപ്റ്റിൽ ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇനീഷ്യലി ഞങ്ങളുടെ സിനിമ തുടങ്ങുന്ന ഒരു മെഡിക്കൽ ഫീൽഡിലാണ്. പക്ഷെ പിന്നെ സിനിമ അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് ലിറ്ററലി ഒരു ആക്ടിങ് ഒരു ത്രില്ലർ അഡ്വഞ്ചർ ആക്ഷൻ ഇതിലേക്കാണ് പോയത്. അതൊരു കംപ്ലീറ്റ്ലി നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ? ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് അമേസിങ്, റൈറ്റ്? ബിക്കോസ് ഫുൾ കാർഡിലായിരുന്നു. അപ്പോൾ ഓരോ ലൊക്കേഷനും ഭയങ്കര മനോഹരമായ ലൊക്കേഷനായിരുന്നു. പിന്നെ കുറേ ആൾക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റി. എൻജോയ് ആയിരുന്നു. ഭയങ്കര ഒരു
ഇതുകൊണ്ടൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അലൻസിയറെ ചേട്ടൻ ഭയങ്കര ഒരു സെൻസിറ്റീവ് പേഴ്സൺ ആണെന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ട്? ആണ്. ഒരാൾക്ക് അങ്ങനെ ആവാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പല ഇമോഷൻസും നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. ഞാൻ വെറും കരിങ്കല്ലല്ല. എനിക്കൊരു ഹൃദയമുണ്ട്, അതിന് ഹൃദയത്തിൻ്റെ താളമുണ്ട്, അതിനൊരു ശ്രുതിയുണ്ട്, അതിന് കണ്ണീരുണ്ട്, അതിന് രുചിയുണ്ട്, കയ്പുണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ വേഷവും ചെയ്യുന്നത്. നമ്മുടെ ഇത്രയും പേരുടെ ഇടയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ മിണ്ടാ സൈലന്റ് ആയിട്ടിരിക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിലിമിൽ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഒരാളും കൂടി ഉണ്ട്, ആമിന, അവള് ഇന്നില്ല. അപ്പം എക്സ്പീരിയൻസ് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ ലൊക്കേഷൻ. അത് സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്. നല്ല ഭംഗിയുള്ള ലൊക്കേഷനാണ്. പിന്നെ വെരി ബിഗിനിങ് തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ നാലുപേരും ഈ സെറ്റിൽ വെച്ചിട്ട് തന്നെയാണ് പരിചയമാവുന്നത്. മുന്നേ പരിചയമൊന്നുമില്ല. പക്ഷെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് സംഭവിച്ചു. അപ്പം അതും ഒരു ബോറടിയോ അല്ലെങ്കിൽ സാറൊക്കെ വരുന്നതിന് മുന്നേ വരെ നമ്മൾ ഫുൾ ചിരി കളി ഫൺ അങ്ങനെ തന്നെയാണ് പോയത്. കുറേ റീടേക്ക് സംഭവിച്ചത് തന്നെ ഈ ചിരി കാരണമാണ്. അപ്പം സാറൊക്കെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മളടുത്ത് ADs-ഉം ഡയറക്ടറൊക്കെ വന്ന് പറഞ്ഞാൽ ഇനി സീനിയർ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്, കുറച്ചുകൂടി സീരിയസ് ആവാം ഒക്കെ. അപ്പോൾ ആദ്യം കുറച്ച് നെർവസ് ആയിരുന്നു, കാരണം ഇവരൊക്കെ വരുന്നു എങ്ങനെയാ അറിയില്ല. പക്ഷെ സാറൊക്കെ നമുക്ക് സീനിയർ ആർട്ടിസ്റ്റുകളിൽ വെച്ചിട്ട് സാറായിട്ടാണ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസൊക്കെ ഉള്ളത്. എല്ലാവരും വന്ന് ഞെട്ടിച്ചു പോയി. നമ്മൾക്ക് കുറേ പഠിക്കാനും ഉണ്ടായിരുന്നു, കാരണം ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് നോർമലിന് കുറച്ചും കൂടി ഡിഫറെൻറ്റാണ്. അപ്പം ഓരോ കുഞ്ഞു നോട്ടങ്ങളായാലും ചിരിയായാൽ പോലും അത് അവരുടെ ക്യാരക്ടറിന് എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അവർ പേർപ്പസ്ലി ചെയ്യുന്നതൊന്നും ആയിരിക്കില്ല. പക്ഷെ അത് അവരുടെ എക്സ്പീരിയൻസ് കാരണം അങ്ങനെ കുറേ അതൊക്കെ വെരി നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എപ്പോഴും ആലോചിച്ച് നമുക്ക് കുറേ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതേപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ ഇവരൊക്കെ പരിചയപ്പെടാൻ പറ്റി. ലൈക്ക് ലൈഫിലും നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി. സിനിമ തന്നെയായിരുന്നു സ്വപ്നം? സിനിമ തന്നെ. സിനിമ പാഷനാണ്, ഇഷ്ടമുള്ള കാര്യമാണ്. മുന്നേ കുറച്ച് ചെയ്തിട്ടുണ്ട്. ജിയോങ്കളുടെ 2 പെൺകുട്ടികൾ, കുഞ്ഞുദൈവം, അതിലാണ് കുറച്ചൊരു ലോങ് ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ ആർട്ട് ഫിലിംസും മോഡലിങ്സ് ഒക്കെ ആയിട്ട്. കരിയർ ഇത് തന്നെ ചൂസ് ചെയ്യാനായിട്ടായിരുന്നു? നല്ല സിനിമകൾ വന്ന ഒബ്വിയസ്ലി. ഒരാളവിടെ സൈലന്റ് ആയിട്ട് എന്നെ ഇങ്ങനെ നോക്കലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവസാനം വരാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ഗൗതം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്റ്റാൻഡപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഒരു എളുപ്പമല്ല, കാരണം ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി ഇത്ര ഉടനീളം നിൽക്കാൻ ഒരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അത്? നല്ല ഒറ്റ വാക്കിലൊക്കെ അവന് അരമണിക്കൂറിനുള്ളിൽ പോകണം. ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കും, കുഴപ്പമില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വീട്ടിലൊക്കെ എന്നാ പറഞ്ഞു? പറയും അല്ലല്ല, സിനിമയിലോട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, മഴവില്ലൊക്കെ വരുന്ന സമയത്ത് ഞാൻ സ്റ്റാൻഡപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടോ? മഴവില്ല ഞാൻ നിമിത്തത്തിൽ ഞാൻ ഓഡീഷന് പോയല്ല, ഞാൻ ഇങ്ങനെ വിളിച്ചാണ്. ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞ ആപ്പിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കൊറോണ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് അങ്ങനെ എൻ്റെ സംസാരം കേട്ട് വിളിച്ചാണ്. അപ്പോഴത്തേക്ക് അങ്ങനെയല്ലേ സാർ, ഓക്കെയാണ്. ഞാൻ അഭിനയിച്ച് അടുത്ത സിനിമ വരാണ്. നമ്മുടെ ശത്രു വേണം, അതിൽ കൂട്ടുകാരാണ്. സാധോർത്തിരിക്കല്ലേ കഥയെന്ന് പറഞ്ഞില്ലേ, നമുക്ക് കഴിവുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര അപകർഷമാണ്, നല്ലൊരു മുഖമില്ല, അങ്ങനത്തെ ഒരു സാധനം. മുഖത്തിന്റെ കാര്യമൊന്നും ഇല്ല, നമുക്ക് കഴിവുണ്ടെങ്കിൽ. അല്ല, അത് നീ പിന്നെ ഈ ബോഡി ഷേമിങ് നടത്തിയെന്നുള്ളൊരു പരാതി ഉണ്ട്. ഞാൻ എന്റെ കാര്യം പറഞ്ഞു. അല്ല, ഇവിടെ ഇരിക്കുന്നതിന് സുന്ദരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ പറഞ്ഞു അപകർഷത എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ പറ്റൂല, അപ്പൊ കഴിവുണ്ടെങ്കിൽ പറ്റും എന്നുള്ള മോട്ടിവേഷൻ കൊടുത്തു. പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് വന്ന കമന്റ്സ് ഒക്കെ പറഞ്ഞാൽ ഇത് ഗൗതം പ്ലാൻ ചെയ്ത് പറയുന്നതാണോ അതോ സ്പോട്ടിൽ ഇങ്ങനെ വന്നു പോകുന്നതാണോ? അല്ല, സ്പോട്ടിൽ ഞാൻ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് പിന്നെ പറഞ്ഞത് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണോ പറഞ്ഞത്? എഴുതി വെച്ചിരുന്നു. 2 മാസത്തിന് മുമ്പ് സ്ക്രിപ്റ്റ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞാലും ഒരു 3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. കമന്റ് ബോക്സിന്റെ അടി ചോദിക്കും ഇടയ്ക്ക്. അല്ല, ഇത് ശരിക്കും സ്ക്രിപ്റ്റ് ഒന്നും അല്ല കേട്ടോ. കാരണം ലൊക്കേഷനിൽ ചിരി കാരണം ചീത്ത കേട്ടത് എനിക്കാ. ഇവന് ഇങ്ങനെയാ, സ്ക്രിപ്റ്റ് ഒന്നും ഇല്ല, ഫുൾ ഇംപ്രവൈസ് ചെയ്തിട്ട് അവിടുന്ന് സ്പോട്ടിൽ സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഇങ്ങനത്തെ ഡയലോഗ് അടിക്കും. നമ്മളെല്ലാവരും ചിരിക്കും. അത് റീടേക്ക് കൂടുതൽ വന്നത് ഈ ചിരി കാരണം. പക്ഷേ ഡയറക്ടർ പറഞ്ഞ സാധനം കൊടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. പിന്നെ പുള്ളിക്കാരനായിട്ടൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട്.
അപ്പോൾ ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. കാരണം എൻ്റെ ഗോഡ് ഫാദർ ഒരാളുണ്ട്, തരികിട സാബു എന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യണം, നീ കൊണ്ട് തല വെച്ചോളാൻ പറയും. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് എല്ലാ ലൊക്കേഷനും എപ്പോഴത്തേക്ക് വിളിച്ച് ഞാൻ കൊടുക്കും. അപ്പോൾ ചേട്ടനൊക്കെ ഭയങ്കരമായിട്ട് കമ്പനിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് പറയുന്നത് വെച്ച് അപ്പം എനിക്ക് വഴികാട്ടിയുണ്ട് ഒരു സാധനം, ഒരാളുണ്ട്. ഇപ്പോൾ ഇവിടെ ഇല്ല, ഇവിടെ ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഈ സിനിമയിൽ അഭിനയിക്കുന്നത് പറഞ്ഞപ്പോൾ സാബു ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ തന്നെ? സാബുണ് പറഞ്ഞു അവിടെ പോയി അഭിനയിച്ച് പൈസയും വെച്ചോണ്ട് പറഞ്ഞു. പൈസ മേടിച്ചോളാം. അവൻ പോയി അഭിനയിച്ച് പൈസ വെച്ചിട്ട് പറഞ്ഞു. അങ്ങനെ നല്ല വാക്കൊക്കെ പറഞ്ഞിരുന്ന ആളാണ്. ചേട്ടാ എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും ആണെന്ന് തോന്നുന്നു ഇച്ചിരി ആക്റ്റീവായിട്ട് തമാശകളൊക്കെ കുറേ ആക്റ്റീവ് ആക്കുന്ന ഇവർ രണ്ടുപേരും ആണെന്ന് തോന്നുന്നില്ല. ഒരു സ്പോട്ടിലായാലും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഞാനും നല്ല തമാശ പറയുന്ന ആളാണ്. പക്ഷെ മൂടാവണം. സ്കോർ ചെയ്യാനുള്ള പരിപാടിയാണ്. മായവനത്തെ കുറിച്ച് വല്ലതും പറയണം. അതിനാണല്ലേ നമ്മൾ വന്നത്. അങ്ങനെ പടമുണ്ട്. ഇത് നല്ലൊരു സിനിമയായിരുന്നു, എല്ലാവരും പോയി കാണണം. നേരത്തെ അടിച്ച കൗണ്ടർ അടിക്കും വേണ്ട പുഴുക്കും. മായവന എങ്ങനെയാണ് ഇത് ഗൗതമിന്റെ ക്യാരക്ടർ പോലെ സ്പോട്ടിൽ കൗണ്ടറൊക്കെ പറഞ്ഞിട്ട്? അല്ല ഇത് കഥ ഇതിൽ മറ്റേ നമ്മൾ നേരത്തെ ഒരു ഇൻ്റർവ്യൂ എടുത്തായിരുന്നു. ഇത് ഒരു സാധനം പറഞ്ഞാൽ ഈ ത്രെഡ് മൊത്തം പുറത്താവും. അപ്പോൾ ആൾക്കാരെ കണ്ടിട്ട് പറയട്ടെ ഇതെങ്ങനെ ഉണ്ടെന്ന്. കാരണം നമ്മൾ ആൾക്കാർക്ക് വിട്ടുകൊടുത്തേക്കാണ്. അവർ പറയട്ടെ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ പറഞ്ഞു വിടട്ടെ. കാരണം വീട്ടുകാർ പറഞ്ഞു വിടും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഓസ്ട്രേലിയ UK പറഞ്ഞു വിടും. നേരത്തെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി കാണിക്കണം എൻ്റെ പേര് ഗൗതം ടി ശശി, സ്റ്റാൻഡപ്പ് കോമഡിയാണ് ചെയ്യുന്നത്. ഇത് ആരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അണ്ണന്മാർ ചോദിക്കും കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എഴുതി കാണിക്കണം. എനിക്ക് ആ പേര് തന്നെ ട്രെൻഡ് ആയത് ആ സമയത്ത്. നേരത്തെ ശശി എന്നൊക്കെ പറയുന്ന സമയത്ത് സ്കൂളിലൊക്കെ ഗൗതം ജി ശശി എന്ന് വിളിക്കുമ്പോൾ ഞാൻ പ്രസന്റ് ടീച്ചർ എന്ന് വിളിക്കുമായിരുന്നു. ഇപ്പോൾ ശശി എന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു പേര് തന്നെ ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ അലഞ്ചേട്ടാ മായവൻ ഞങ്ങളിത് നോക്കുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും കാണാൻ ടീസറില്ല, ട്രെയിലറില്ല. ഇത് എന്താണെന്നത്, ഇതൊക്കെ സസ്പെൻസ് ആണോ ത്രില്ലർ ആണോ, എന്താണ് ഫിലിം, എന്താണ് പറയുന്നത്? നമ്മൾ ജീവിക്കുന്നൊരു വനത്തിനുള്ളിൽ തന്നെയാണ്. അതാണ് ഈ സിനിമ പറയുന്നത്. സോറി, അങ്ങനൊരു മായാവനത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും ചുറ്റിക്കറക്കവും. എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. ഞാനതിൻ്റെ ഒരു ഫിലിമിൻ്റെ ത്രെഡിലേക്കല്ല കിടക്കുന്നത്, സ്റ്റോറിയിലേക്കല്ല കിടക്കുന്നത്. ഞാൻ അതിൻ്റെ ഫിലോസഫിയിലാണ് പറയുന്നത്, അതിൻ്റെ പൊളിറ്റിക്സാണ് പറയുന്നത്. നിങ്ങൾ സിനിമ കാണും, നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്? ഇപ്പം ഞാൻ പറയുന്നതല്ലല്ലോ നിങ്ങൾ എടുക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്ന ഒരാൾക്ക് അവിടെ നിൽക്കുന്ന ഒരു ക്യാമറയിൽ നിന്ന് എന്നെ വേറൊരു ആംഗിളിൽ എടുക്കാം. ഇപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ നിങ്ങളോട് കൈ ചൂണ്ടിയാൽ അയാൾക്ക് ഞാൻ നിങ്ങളെയാണെന്നും മറ്റൊരാൾക്ക് ഈ ഇപ്പുറത്തിരിക്കുന്ന ഒരാളെയാണെന്നും തോന്നാം. അതുകൊണ്ട് ഞാൻ സിനിമ വ്യാഖ്യാനിക്കുന്നില്ല. സിനിമ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ 19-ാം തീയതി റിലീസാകുമ്പോൾ സിനിമ കാണും. ആ സിനിമ നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ ചിന്തിപ്പിക്കുകയോ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങളുടെ തലച്ചോറിൻ്റെ ഇതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഈ മായാവനം എന്ന സിനിമയിലേക്ക് ചേട്ടനെ ആകർഷിച്ച ഒരു ഫാക്ടർ എന്തായിരിക്കും? എന്നെ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും അങ്ങനെ സ്ക്രിപ്റ്റ് ഒന്നും ചോദിക്കാറില്ല. അങ്ങനെ വായിച്ചു പോകുന്ന ആളല്ല. പിന്നെ പോലെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇതൊന്ന് ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആൾ. ഞാൻ സ്ക്രിപ്റ്റൊന്നുമില്ല, ഫേക്ക് ന്യൂസ് ഒന്നും അടിക്കില്ലേ. എനിക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വേഷം ആണെന്ന് തോന്നിയാൽ ഞാനത് സ്വീകരിക്കും. പിന്നെ ഡയറക്ടറാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി, പിന്നെ കൂടെ അഭിനയിക്കുന്നവരും. ഞാൻ പരാജയപ്പെട്ടു പോയാൽ ഇവരും എല്ലാവരും പരാജയപ്പെടും. എൻ്റെ ഒരു നോട്ടം അവർ തിരിച്ചു തന്നില്ലെങ്കിൽ, റിയാക്ഷൻ തന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നോട്ടത്തിന് അർത്ഥമില്ല. അതുപോലെ എൻ്റെ ഒരു നോട്ടത്തെ അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ അവരുടെ റിയാക്ഷനും എൻ്റെ ആക്ഷനും തമ്മിൽ ചേരില്ല. അങ്ങനെ ചേരാൻ പറ്റിയെന്നുള്ളതാണ് മായാവനത്തിൽ ഈ കുട്ടികളെന്ന് പറയുന്നത് ഞാനും കുട്ടി തന്നെയാണ്. ഞാനും അവരോട് നിന്ന് പഠിച്ചോ. സത്യം അങ്ങനെ ആയിരിക്കണം. അല്ല, അത് അവരിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ ഇന്നലെയും മെനഞ്ഞാന്ന് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ നാടകം കാണാൻ പോയി, കുട്ടികളുടെ നാടകം കാണാൻ. ഞാൻ പോയത് എന്തിനാണെന്നറിയോ? എങ്ങനെയാണ് പുതിയ പിള്ളേർ പുതിയ നാടകത്തെ കാണുന്നത്, പുതിയ ഭാഷ ഉണ്ടാക്കുന്നത്, പുതിയ ശൈലികൾ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഞാനും വീട്ടിനകത്ത് നാടകം കളിക്കുന്ന ആളാണ്. എൻ്റെ ഭാര്യയുടെ മുമ്പിലും എൻ്റെ അയൽക്കാരുടെ മുമ്പിലും സ്ഥിരം എൻ്റെ വീട്ടിലൊരു സ്റ്റേജുണ്ട്, അവിടെ നാടകം ചെയ്യുന്ന ആളാണ് ഞാൻ. യുവമാരെ പോലെ ഇപ്പോൾ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കലോത്സവ വിന്നറായിരുന്നു സ്കിറ്റ് നാടകം. ഞാൻ കലോത്സവം സത്യം കണ്ട ലുക്കിലെന്നുള്ളൂ. 2018 കേരള കലോത്സവത്തിൽ സ്കിറ്റിന് സെക്കൻഡ് അടിച്ചിട്ടു. സത്യം അത് പറയല്ലേ, എന്നെ കേട്ടു. സത്യം ഓരോരുത്തരും പറഞ്ഞിട്ടില്ല, എക്സ്ക്ലൂസീവ് അടിച്ചിട്ടോ. അപ്പോൾ ആ നാടകം കണ്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കുറേ നാടക സുഹൃത്തുക്കളുണ്ടായിരുന്നു അവിടെ നാടകം കാണാൻ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി അപ്ഡേറ്റ് ചെയ്യാൻ, കുട്ടികളുടെ നാടകം കണ്ടിട്ട്. ഞാനും അപ്ഡേറ്റ് ചെയ്യാനാണ് വന്നത്.
ഞാൻ അഭിനയം നിർത്തിക്കളഞ്ഞാലോ എന്നൊരു വിചാരിച്ചു പോയി കുട്ടികളുടെ അഭിനയം കണ്ടപ്പോൾ. നമ്മളൊക്കെ പഠിക്കാനുണ്ട്. അതുപോലെ ഓരോരുത്തരിൽ നിന്നും ഞാൻ എൻ്റെ വീട്ടിൽ വന്നു പോകുന്ന കാക്കകളോട് സംസാരിക്കാറുണ്ട്, തവളകളോട് സംസാരിക്കാറുണ്ട്. അവർ പറയുന്ന ഭാഷ എനിക്കറിയാം, അവർ പറയുന്ന ചീത്ത എനിക്കറിയാം, ഞാൻ തിരിച്ചു പറയുന്ന അവർക്ക് കേൾക്കാം. അവർ നാടകം കളിക്കുന്നില്ല, സാഹിത്യം അവർ വായിക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ആ പ്രകൃതിയുമായിട്ടുള്ള ഇണക്കം, അതാണ് പാഠം. ഒരു നടൻ്റെ പാഠം എന്ന് പറയുന്നതാണ് അടിസ്ഥാനം. ഭയങ്കര ഇതാണ് അതൊരു വലിയൊരു നോളജ് കൂടിയാണ്. എല്ലാം സ്റ്റഡി ചെയ്യുക, അല്ല മറ്റുള്ളവരുമായിട്ട്. കാരണം ഞാൻ പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം ഏറ്റവും നല്ല ഒരു ഇതാണ്. അതായത് ഇപ്പം പണ്ട് ഞാൻ ഇങ്ങനെ നാടകത്തിലുള്ള എൻ്റെ ഒരു സാറുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കുന്നത്, മൃഗങ്ങളോടും എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്നത് കിട്ടും. കാരണം കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ മൈൻഡ് ക്ലിയർ ആവും എന്നൊക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ മിണ്ടാതിരിക്കാനാണ് പറയുന്നത്. നമ്മുടെ നർമ്മം പോലും നഷ്ടപ്പെട്ടു പോയി. നമുക്ക് പരസ്പരം സ്വകാര്യമായിട്ട് പോലും ഒരു തമാശ പറയാൻ പറ്റില്ല. അതിപ്പോൾ അവൻ പറഞ്ഞതുപോലെ അവൻ തന്നെ സ്വയം ബോഡി ഷേമിങ് നടത്തി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അവനെതിരെ കേസ് കൊടുക്കാം. അതിലെങ്ങനെ കേസ് കൊടുക്കാം? ഞാൻ എല്ലാത്തലും അങ്ങനെ പറ്റില്ല. അത് സ്വന്തമായിട്ട് ഞാൻ ഡെഫമേഷൻ കേസ് കൊടുക്കും. അല്ല, ഞാൻ സ്വന്തമായിട്ട് എന്നല്ലേ പറഞ്ഞു, എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഡെഫമേഷൻ കൊടുത്ത് കയറിക്കോളാം. ഞാൻ അങ്ങനെ ചെയ്തോളാം. അച്ഛൻ പെൻഷൻ പറ്റി ഉടനെ LLB എടുത്ത് എൻറോൾ ചെയ്തു. അപ്പം വീട്ടിൽ തന്നെ അവരാളുണ്ട് കേസ് കൊടുക്കും. അച്ഛൻ പറഞ്ഞു മരേ കിടന്നിട്ട് പിടിച്ച് കേസ് കൊടുക്കും. അതുകൊണ്ട് വേറെ ആരെയും ആവശ്യമില്ല, സ്വന്തമായിട്ട് കയറിക്കോളാം. അല്ലേ, ചേട്ടൻ പറഞ്ഞാൽ വളരെ നല്ല പോയില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് ചുമ്മാ പണ്ട് നടത്തുന്ന സിനിമകൾ പോലും ഇതുപോലെ സെൽഫ് ട്രോളും മറ്റുള്ളവരെ കളിയാക്കി അങ്ങനെയൊക്കെ ഒരുപാട് നല്ല നല്ല തമാശകളുള്ള ചിത്രങ്ങളാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് മിണ്ടിയ പോലും എന്താ നമുക്കെതിരെ കളിയാക്ക്. അതെ, എന്തുകൊണ്ടാണ് അത് നമ്മുടെ ആളുകളുടെ മെൻറ്റാലിറ്റിയുടെ കുഴപ്പം കൊണ്ടാണോ അതോ ഇത് നമ്മുടെ മീഡിയയുടെ ഒരു സെൻസിൻ്റെ ഇത് കൊണ്ടാണോ അറിയുന്നത്? കാരണം ഈ കാലത്തിൻ്റെയാണ് പ്രശ്നം. കൊറോണ എന്തിനാണ് വന്നത്? ഞാൻ കണ്ടുപിടിച്ചല്ലോ. അത് അങ്ങനെയൊക്കെ വരുന്ന കാലത്ത് ഇതൊക്കെ തന്നെ സംഭവിക്കും. എന്തിനാ പ്രളയം വന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ എന്നെ ഈ വേഷത്തിൽ കെട്ടിയത്? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ ഒരു മായാവനമാണ്. സ്വപ്നമേത് യാഥാർത്ഥ്യമേത് എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞൂടാ. അങ്ങനൊരു സിനിമയാണ് മായാവനം. ആ മായയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. മായയാണോ യാഥാർത്ഥ്യമാണോ മായ എന്ന് എനിക്കറിയില്ല. അതൊന്ന് സിനിമ കണ്ട് മനസ്സിലാക്കൂ.